ഹലോ ടീച്ചേഴ്സ്, നമുക്കിന്ന് ഒരു വർക്ക് എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ വർക്ക് ഒന്ന് കാണാം. ഈ വർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം. ഓരോന്നും ഓരോ ക്ലിപ്പുകളാണ്. ഇപ്പോൾ ഈ ടീച്ചർ കുട്ടി നടന്നു പോകുന്നു, ഒരു ഭാഗം വന്ന് അവിടെ പേഴ്സ് ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് പേഴ്സിങ് ഭാഗം വരുന്നത്. ആ ക്ലിപ്പിൻ്റെ അവസാനം ഭാഗം പേഴ്സ് ചെയ്യുക. അതൊരു ഫോട്ടോയാണ്. ഓക്കെ, നമുക്കത് ചെയ്യാം. അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യം ആ ആ വീഡിയോ ഒരു എൻഡ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കണം. ഇതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇവിടെ ഈ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഈ ഭാഗം ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഒന്ന് കുട്ടിയെ ഡസ്റ്റ് ബിന്നിൽ ഇടുന്നതിന് കുറച്ച് ചിലപ്പോൾ ഒന്നും ഇടാൻ പോകുന്നതിന് ഇവിടെ വെച്ചൊന്ന് പേഴ്സ് ചെയ്യാം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. രണ്ടാമത്തത് ക്ലെൻലിനെസ്. കെയറിങ്. ഓക്കെ, അവിടെ വെച്ചൊന്ന് പേഴ്സ് ചെയ്യും. ഹെൽപ്പിംഗ്. അവിടെ വെച്ചൊരു സ്ക്രീൻഷോട്ട്. അവസാനം ഇങ്ങനെ സാധനം. ഇതൊരു ടെക്സ്റ്റും അനിമേഷനുമായിട്ടുള്ള സാധനമാണ് ഈ DVM എന്ന് കാണിക്കുന്നത്. ഇതൊക്കെ കോയക്കട്ടിനകത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഇമേജിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ആവശ്യമുള്ള എടുക്കുക. ഇനി അടുത്തത് ഇതിനകത്തുള്ള ഇങ്ങനെ ഒരു ഫിൽറ്ററാണല്ലോ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ ഷെയർ കൊടുത്ത് ChatGPTയിൽ വന്ന് ChatGPTയോട് തന്നെ ചോദിക്കുകയാണ്, ക്രിയേറ്റ് മീ സിമിലർ ഫിൽറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഫിൽറ്റർ എഫക്റ്റ്. പ്രോംപ്റ്റ്. കോപ്പി എടുത്തു.
ഇനി അതിനകത്ത് ഈ പുതിയ ചാറ്റ് എടുക്കാം. പുതിയ ചാറ്റ് എടുത്ത് അതിനകത്ത് ഫോട്ടോസ് എടുത്ത് നമുക്ക് വേണ്ട ഇമേജുകൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇത് ഫസ്റ്റ് ഫോട്ടോ ഡൺ കൊടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇമേജ് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ എല്ലാ ഇമേജുകളും പറഞ്ഞു കൊടുക്കണം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ഇമേജുകളിലും ഫിൽറ്റർ കൊടുക്കണം. ഇത് നമ്മൾ വെളിയിൽ ഇട്ട് ഫിൽറ്റർ ചെയ്ത് പിന്നെ ഈ ഇമേജിനെ അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. ചില വീഡിയോയ്ക്കകത്ത് തന്നെ ഇങ്ങനത്തെ ഫിൽറ്റർ എഫക്റ്റ് ഉണ്ട്, ചില വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്തെ. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ChatGPT കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ആ സാധനം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് റെസ്പെക്റ്റ് വന്നു? റിമൂവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. റിമൂവ് ടെക്സ്റ്റ് എന്തിനാ ഡൗൺലോഡ് കൊടുക്കുകയാണേ. ഇപ്പോൾ ഒരു ഇമേജായി. ഇനി പ്ലസ് കൊടുത്ത് ഫോട്ടോസിൽ നിന്ന് അടുത്ത ഇമേജുകളൊക്കെ എടുക്കുക. 1 2 മറ്റേ പ്രോംപ്റ്റ് ആദ്യം പേസ്റ്റ് ചെയ്ത് ഇത് പ്രോംപ്റ്റിനോട് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്യും. അതിനെ ഡൗൺലോഡ് ചെയ്തു. ഇത്രയും ചെയ്ത് ക്വായ്ക്കട്ട് ഓപ്പൺ ചെയ്യാം. ക്വായ്ക്കട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോണിലുള്ള ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതെടുത്ത് ആദ്യം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ന്യൂ എഡിറ്റിംഗ് കൊടുക്കണം. വീഡിയോ ഫയൽ പറഞ്ഞു കൊടുക്കണം. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ കാണിക്കും. ഈ 40 സെക്കൻഡ് കാണിക്കുന്ന ഇതാണ് ആ ഫയൽ. കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഡൺ കൂടെ കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരും. റേഷ്യോ എത്രയാണ് വേണ്ടതെന്നുള്ളത് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒറിജിനൽ ആദ്യം കാണിക്കുന്നുണ്ട്. 9:16 ഉണ്ട്. ടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ അത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാണ്. ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്പ്ലിറ്റ് വരും. സ്പ്ലിറ്റ് കൊടുക്കുക. എവിടെയാണോ തീരുന്നത് വെച്ച് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ആ പോർഷൻ കളയാം.
മൊത്തത്തിൽ കളയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഷൂട്ട് ചെയ്ത പോർഷൻസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ആദ്യത്തെ ഷൂട്ട് ചെയ്തു, രണ്ടാമത്തെ ഷൂട്ട് ചെയ്തു. നമ്മൾ നേരത്തെ ഫിൽട്ടർ എഫക്റ്റിൽ ഈ പറഞ്ഞ ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിയിലിട്ട് ChatGPT ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ ഇമേജുകൾ ഇതിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആ ഇടയിൽ ആ ഭാഗത്ത് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് പ്ലസ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഇമേജസ് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഈ ബോയിയുടേതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഡൺ. അപ്പോൾ അതിനകത്ത് അത് വന്നു ഒന്നാമത്. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ എങ്ങനെ ടെക്സ്റ്റ് കൊടുക്കുക? ഈ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എടുത്ത് കൊടുത്ത് ആഡ് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് കൊടുത്ത് ഈ ടെക്സ്റ്റിനെ ഒന്ന് അല്പം ഒന്ന് വലുതാക്കണം. നമുക്ക് രണ്ട് പേരിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി അതിനെ കൊണ്ട് ഇവിടെ മുകളിൽ വെച്ച് ഇതിനകത്ത് അനിമേഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള അനിമേഷൻസ് കാണാം. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഒരു അനിമേഷൻ കൊടുക്കുന്ന പോലെ ചെയ്യും. എഫക്ട്സിനകത്തും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊത്തിരി എഫക്ട്സ് ഉണ്ട്. വായിക്കട്ട് നല്ലൊരു സാധനമാണ്. നമുക്ക് ഇത് ആവശ്യമുള്ള അത്രയും ഭാഗത്ത് മാത്രം കൊടുത്താൽ മതി. ഈ ക്ലിപ്പ് കാണുന്നില്ലേ, അത്രയും ഭാഗത്ത് ഈ ഒരു. അപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഒരു മ്യൂസിക്, ഒരേ മ്യൂസിക്കാണല്ലോ. ആ മ്യൂസിക് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്കൊരു മ്യൂസിക് അവസാനം കൊടുക്കാം. എല്ലാത്തിൻ്റെ വോളിയം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു യൂണിഫോമിറ്റി കിട്ടും. എല്ലാത്തിൻ്റെ വോളിയം കുറച്ച് വെച്ചു. ഇനി പ്ലേ ചെയ്യാം. ഈ രണ്ടാമത്തെ ഇമേജിൻ്റെ അവസാനം അതിൻ്റെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഫോട്ടോസ്, അതില്ലാന്ന് തോന്നുന്നു. ഈ കുട്ടി ഇടുന്നത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഫിൽറ്റർ. അത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികളുടെ ഇവരുടെ നോക്കട്ടെ. അത് ചെയ്തിട്ടില്ല.
അങ്ങനെ ആവശ്യമുള്ള ഇമേജുകളെല്ലാം നമ്മൾ കൊടുത്തു. ഇതൊന്നിൽ വന്നിട്ടുണ്ട്, ഇതില്ല, അപ്പോൾ അതിനങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഇതും ഇല്ല, ഇതും ഡിലീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാത്തിലും കൊടുക്കാം. ഞാൻ എൻ്റെ അകത്ത് ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി സബ് ടൈറ്റിൽ ഓപ്ഷൻ എടുത്തു, ആഡ് സബ് ടൈറ്റിൽ കൊടുത്തു. ടെക്സ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? ഹെൽപ്പിംഗ്. കറക്റ്റ് ടൈം അനുസരിച്ച് ആ ക്ലിപ്പിന് അനുസരിച്ച് നമ്മൾ വയ്ക്കുക. ആ ഇമേജാണ് വരുന്നത് അവിടെ, ആ ഇമേജ് വരുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ. ഈ ഫോട്ടോയും ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് അനിമേഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അനിമേഷൻസും കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാറും. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ, ഇനി ഒരു മ്യൂസിക് കൂടെ കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് കുറേ ലൈബ്രറിയിൽ മ്യൂസിക് കാണിക്കും. ഫേവറേറ്റ്സിനകത്തിൽ ഒന്നുമില്ല, ലൈബ്രറിയിലുള്ള ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, ആ മ്യൂസിക് എടുത്ത് അപ്ലൈ ചെയ്ത് ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഡൗൺ കൊടുത്തു കഴിയുമ്പോൾ ഈ വീഡിയോ എക്സ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ആദ്യം നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിൽ ഉണ്ടാവണം, അതിൻ്റെ പേഴ്സ് ചെയ്ത് വെച്ച് അതിൻ്റെ ഫിൽട്ടർ ചെയ്ത്
എങ്ങനെ ഫിൽട്ടർ ചെയ്തു? പ്രോംപ്റ്റ് നമ്മൾ ChatGPT കൊണ്ട് കൊടുത്ത് അതിൻ്റെ പ്രോംപ്റ്റ് എടുത്ത് എന്നിട്ട് ആ പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പേഴ്സ് ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ, ആ സ്ക്രീൻഷോട്ടിൻ്റെ ഓരോ പിക്ചറിലും ഈ പറഞ്ഞ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് ഫിൽട്ടർ കൊടുത്തു. അങ്ങനെ ആവശ്യമുള്ള 3, 4, 5 ഇമേജുകൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലൊക്കെ ഈ ഫിൽട്ടർ എഫക്റ്റ് കൊടുത്തു. എന്നിട്ട് വീഡിയോയിലോട്ട് വന്ന് നമ്മൾ റിയലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 ക്ലിപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുമല്ലോ, പല പല പോസിൽ പോയിരുന്ന് പല വീഡിയോകളായിട്ട്. ഈ 5 ക്ലിപ്പിനെ നമ്മൾ ക്വായ്ക്കട്ടിൽ കൊണ്ടുവരിക. ക്വായ്ക്കട്ട് എടുക്കുന്നു, നമ്മൾ തയ്യാറാക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന ആ വീഡിയോ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ 5 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഈ 5 വീഡിയോ നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ആ ഇമേജും കൊണ്ടുവരണം. 5 വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ള ഇമേജ് പ്ലസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുന്ന ഇമേജ് 1 by 1 ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഒരു വീഡിയോ കൊണ്ടുവന്ന് അതിൻ്റെ ഫിൽട്ടർ എഫക്റ്റ് അടുത്ത വീഡിയോ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് ഇവിടെ വെച്ച് ടെക്സ്റ്റ് കൊടുക്കുക. സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ആഡ് ടൈറ്റിൽ കൊടുത്ത് ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കുക. അങ്ങനെ 5 വീഡിയോയ്ക്കും 5 എണ്ണം ചെയ്യണം. ഏറ്റവും അവസാനമായിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അനിമേഷൻസും കൂടെ ഈ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അനിമേഷൻ, ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അനിമേഷൻ കൊടുക്കാം. ടെക്സ്റ്റിന് അനിമേഷൻ വേണമെങ്കിൽ ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ അനിമേഷൻ കൊടുക്കാം. എല്ലാം ചെയ്തിട്ട് അവസാനം നമ്മൾ ഈ ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് എടുത്ത് ഇതിനകത്ത് വരുന്ന മ്യൂസിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി നമ്മുടെ ഫോണിൽ ഉള്ളത് എടുക്കണമെങ്കിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട് ലോക്കൽ ഓഡിയോ കൊടുത്ത് ഏറ്റവും അവസാനത്തെ വീഡിയോ കിട്ടും. നമ്മൾ ഓഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുമല്ലോ, അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഘടകം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ മ്യൂസിക്കിനെ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരും. ഇവിടെ കൊടുക്കുമ്പോൾ അത് കിട്ടും, തുറക്കും മുതലേ കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണെങ്കിൽ അങ്ങനെ നീക്കി ഇങ്ങോട്ട് അറ്റത്ത് വെച്ചിട്ട് ആദ്യം മുതലേ മ്യൂസിക് പ്ലേ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.